ഇനി നിങ്ങളുടെ വെബ്സൈറ്റിൽ വാട്സപ്പ് വഴി വന്ന ഓർഡറുകൾ എങ്ങനെ കൺട്രോൾ പാനലിൽ നിന്ന് മാനേജ് ചെയ്യും എന്നുള്ളത് കാണിച്ചു തരാം. ബാ, അപ്പോൾ നമ്മുടെ ഓർഡേഴ്സ് ടാബിൽ പോവാം. അവിടെ നമുക്ക് നമ്മുടെ കേരള ഓർഡേഴ്സ് ലിസ്റ്റ് ചെയ്ത് കാണിക്കും. അത് ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണ്, വാട്സപ്പ് ആണോ എന്നുള്ളത് അവിടെ കൃത്യമായിട്ട് കാണിക്കും. മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോം ആണെങ്കിൽ അതും കാണിക്കും. അവിടെ നമ്മൾ മാനേജ് ഓർഡറിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അതായത് ഓർഡറിൻ്റെ ID, അതുപോലെ തന്നെ ഡേറ്റ്, ടൈം, അതുപോലെ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ, അതിൻ്റെ പ്രൈസ്, അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ ഹിസ്റ്ററി, കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ നമുക്ക് ആ ഓർഡർ പ്രോസസ്സ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ സ്റ്റാറ്റസ് മാറ്റണം. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ പാക്ഡ് സ്റ്റാറ്റസിലേക്ക് ചേഞ്ച് ചെയ്യുന്നു, പാക്ക് ചെയ്തു എന്നുണ്ടെങ്കിൽ, അപ്പോൾ അവിടെ നിന്ന് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഷിപ്പിംഗ് മെത്തേഡ് ചൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ അത്യാവശ്യം എല്ലാ ഷിപ്പിംഗ് ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഷിപ്പ് റോക്കറ്റ് നമ്മൾ എടുക്കുന്നു. അവിടെ നിന്ന് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഷിപ്പ് റോക്കറ്റിൻ്റെ ട്രാക്കിംഗ് ഐഡിയും കാര്യങ്ങളും കൊടുക്കാം. അതുപോലെ എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റ് സെറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അവിടെ നിന്ന് കാണാം. അപ്പോൾ അത് സേവ് ചെയ്യുക. കാര്യങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓർഡർ പ്രോസസ്സ് ചെയ്യാനായിട്ട് പഠിച്ചു. ഇനി നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് നിങ്ങളിത് കൊറിയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി ഒരു ലേബൽ പ്രിൻറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പാക്ഡ് സ്റ്റാറ്റസ് ഇട്ട് ഓൾറെഡി സേവ് ചെയ്തു. സേവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കാണാം പ്രിൻറ്റ് ലേബൽ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ. ആ പ്രിൻറ്റ് ലേബലിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഫയൽ ഡൗൺലോഡ് ആവുന്നു. ആ ഫയൽ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കതിൽ ഫ്രം അഡ്രസ്സ്, ടു അഡ്രസ്സ്, ഓർഡർ ID, അങ്ങനെ വേണ്ട ഡീറ്റെയിൽസ്, ഫോൺ നമ്പർ, കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് അവൈലബിൾ ആവും. അപ്പോൾ അതവിടുന്ന് സിമ്പിളായിട്ട് പ്രിൻറ്റ് ചെയ്ത് ലേബൽ ഒട്ടിച്ച് ബാക്കി പ്രൊസീഡ് ചെയ്യാം. അപ്പോൾ ഇത്ര ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡറുകൾ ഫുൾഫിൽ ചെയ്യാനായിട്ട് പറ്റും. A6.ai, the world's easiest website builder.